കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ചോദിക്കാൻ പോലും നിൽക്കേണ്ട ആവശ്യമില്ലല്ലേ? സ്വന്തമായ ഒരു നല്ല വീട്. ചെറുപ്പം മുതലേ നമ്മൾ കേട്ടു വളരുന്ന ഒരു കാര്യമാണ് നാട്ടിൽ ചെന്നാൽ നാലാൾ അറിയുന്ന ഒരു വീട് വേണം. അതിനായി നമ്മൾ ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്നു. ദിവസവും 12 തൊട്ട് 14 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നു. അല്ലെങ്കിൽ IT കമ്പനികളിൽ നടുവൊടിയെ പണിയെടുക്കുന്നു. ഒടുവിൽ ലക്ഷങ്ങൾ കടമെടുത്ത് 20-25 വർഷത്തേക്ക് ബാങ്കിന് ആധാരം പണയം വെച്ച് നമ്മൾ ആ വലിയ വീട് പണിയുന്നു. പക്ഷേ ആ പാലുകാച്ചലിന്റെ ബഹളവും ആഘോഷങ്ങളും കഴിഞ്ഞ് നാട്ടുകാരുടെ അഭിനന്ദനങ്ങളൊക്കെ അടങ്ങുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാവും. ഈ വീടിന്റെ യഥാർത്ഥ ഉടമയാര്? നിങ്ങളോ അതോ ബാങ്കോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ഒരു വീടിനെ കുറിച്ചല്ല, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തീരുമാനത്തെ കുറിച്ചാണ്. കടമെടുത്ത് വലിയൊരു കൊട്ടാരം പണിത് ബാക്കിയുള്ള ജീവിതം മുഴുവൻ ആദ്യം ഉത്കണ്ഠയുമായി ജീവിക്കണോ, അതോ ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ള ചെറിയൊരു വീട് വെച്ച് ബാക്കി പണം കൊണ്ട് കടമില്ലാതെ സ്വതന്ത്രമായി ജീവിക്കണോ? ഇതിന്റെ സാമ്പത്തിക വശങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, നമ്മുടെ സമൂഹത്തിന്റെ ചിന്താഗതികൾ എല്ലാം ആഴത്തിൽ പരിശോധിക്കാൻ പോവുകയാണ്. നമ്മൾ എന്തിനാണ് ഇത്ര വലിയ വീടുകൾ വെക്കുന്നത്? സത്യസന്ധമായി ചിന്തിച്ചാൽ ഇതിന് സാമ്പത്തികപരമായ കാരണങ്ങളെക്കാൾ കൂടുതൽ സാമൂഹികപരമായ കാരണങ്ങളാണുള്ളത്. സ്റ്റാറ്റസ് സിംബൽ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു മത്സരമുണ്ട്. ബന്ധുക്കളെയോ നാട്ടുകാരെയോ കാണിക്കാൻ വേണ്ടി നമ്മൾ 3000-ഓ 4000-ഓ ചതുരശ്ര അടിയിൽ വീട് പണിയുന്നു. മക്കളുടെ കല്യാണം. നാളെ മക്കളുടെ കല്യാണം ആലോചിക്കുമ്പോൾ വലിയ വീടില്ലെങ്കിൽ അപമാനമല്ലേ എന്ന് കരുതുന്ന മാതാപിതാക്കൾ. ഇമോഷണൽ അറ്റാച്ച്മെന്റ്. മലയാളികൾക്ക് വീട് എന്നത് വെറും ഒരു ഷെൽട്ടർ അല്ല, അത് നമ്മുടെ ഈഗോയുടെയും ആത്മാഭിമാനത്തിന്റെയും ചിഹ്നമാണ്. ഒരു രസകരമായ കാര്യം അറിയാവോ? യൂറോപ്പിലെയോ ജപ്പാനിലെയോ ഉള്ള ആളുകൾ വളരെ ഒതുങ്ങിയ വീടുകളിൽ താമസിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൂമിക്ഷാമമുള്ള കേരളത്തിൽ നമ്മൾ ഏക്കർ കണക്കിന് റൂമുകളാണ് പടുത്തുയർത്തുന്നത്. പക്ഷേ ആ വലിയ വീട്ടിൽ എത്ര പേരുണ്ടാവും? അച്ഛനും അമ്മയും മാത്രം. മക്കൾ ഒന്നുകിൽ ബാംഗ്ലൂരിലോ വിദേശത്തോ പഠിക്കുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നു. ഉപയോഗിക്കാത്ത 3 ബെഡ്റൂമുകളും ഡസ്റ്റ് കയറി കിടക്കുന്ന 2 ലിവിംഗ് റൂമുകളും അടിച്ചു വാരാൻ മാത്രം ജീവിതം മാറ്റിവെക്കുന്ന എത്രയോ പ്രവാസികളെയും പ്രായമായവരെയും നമ്മൾ കാണുന്നു. നമുക്ക് 2 വഴികൾ മുന്നിലുണ്ട്. ഇതിൽ ഏതാണ് നിങ്ങളുടെ ജീവിതശൈലിക്ക് ചേരുക എന്ന് സ്വയം ചോദിച്ചു നോക്കൂ. പാത്ത് എ. തിരഞ്ഞെടുക്കുന്ന ഒരാൾ അടുത്ത 20 വർഷത്തേക്ക് ട്രാപ്പിലാണ്. ബോസ് ചീത്ത വിളിച്ചാലും, ജോലിയിൽ മടുപ്പ് തോന്നിയാലും, ആരോഗ്യം മോശമായാലും ജോലി ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം തൊട്ടടുത്ത മാസത്തെ EMI വരാനുണ്ട്. എന്നാൽ പാത്ത് ബി തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ആ സമാധാനമുണ്ട്. വീട് കുറച്ച് ചെറുതാണെങ്കിലും തല ചായ്ക്കാൻ സ്വന്തമായ ഒരിടമുണ്ട്. കയ്യിൽ ബാക്കി വരുന്ന തുക മ്യൂച്വൽ ഫണ്ടിലോ ബിസിനസ്സിലോ അല്ലെങ്കിൽ കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസത്തിനായോ നിക്ഷേപിക്കാം. അതുകൊണ്ട് ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് വേണ്ടത് ആളുകളെ കാണിക്കാനുള്ള വലിയൊരു വീടാണോ, അതോ ശാന്തമായി ഉറങ്ങാൻ പറ്റുന്ന സമാധാനമുള്ള ഒരു ജീവിതമാണോ? ഒരു 50 ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുത്ത് വീട് വെക്കുമ്പോൾ ബാങ്കിന് നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നത് എത്ര ലക്ഷമാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ബാങ്കിൽ ചെന്ന് ഒരു ഹോം ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ മാനേജർ പുഞ്ചിരിയോട് പറയും, സാർ 50 ലക്ഷം രൂപ ലോൺ റെഡിയാണ്. പ്രതിമാസം വെറും 43,000 രൂപ EMI അടച്ചാൽ മതി. 43,000 രൂപ അത് കേൾക്കുമ്പോൾ വലിയൊരു തുകയായി തോന്നില്ല. മാസ വരുമാനത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു പോകാം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ സാമ്പത്തിക തെറ്റുപറ്റുന്നത്. കേൾക്കാൻ ചെറിയ തുകയാണെങ്കിലും ഈ 20 വർഷം കൊണ്ട് നിങ്ങൾ ബാങ്കിന് ആകെ എത്ര രൂപ തിരിച്ചു കൊടുക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും കണക്കുകൂട്ടി നോക്കിയിട്ടുണ്ടോ? വാങ്ങിച്ച തുകയും തിരിച്ചു നൽകുന്ന തുകയും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം നമുക്കൊന്ന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പോലെ പരിശോധിക്കാം. നിങ്ങൾ എടുത്ത ലോൺ 50 ലക്ഷം രൂപ. പലിശ നിരക്ക് 8.5% പെർ ആനം. കാലാവധി 20 വർഷത്തേക്ക്. പ്രതിമാസ EMI 43,000 രൂപ. ആകെ ബാങ്കിന് നൽകുന്ന തുക 1 കോടി. ആകെ നൽകുന്ന പലിശ മാത്രം 54 ലക്ഷത്തിന് മുകളിൽ. കണ്ടോ? 50 ലക്ഷം രൂപ വീട് പണിയാൻ ബാങ്കിൽ നിന്ന് വാങ്ങിയപ്പോൾ 20 വർഷം കഴിഞ്ഞ് നിങ്ങൾ ബാങ്കിന് തിരിച്ചടയ്ക്കുന്നത് 1,04 ലക്ഷം രൂപയാണ്. അതായത് നിങ്ങൾ പണിത വീടിന്റെ വിലയേക്കാൾ കൂടുതൽ തുക, 54 ലക്ഷത്തിലധികം രൂപ നിങ്ങൾ ബാങ്കിന് ലാഭമായി കൊടുക്കുകയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾ ഒരു വീടല്ല പണിയുന്നത്, ഒരു വീട് നിങ്ങൾക്കും ഒരു വീട് ബാങ്കിനും പണിത് നൽകുകയാണ്. പക്ഷേ കഥ അവിടെയും തീരുന്നില്ല. ഇതിനേക്കാൾ വലിയൊരു കെണിയുണ്ട്: അമോർട്ടൈസേഷൻ ഷെഡ്യൂൾ. അടുത്ത 5 വർഷം നിങ്ങൾ കൃത്യമായി മാസം തോറും 43,000 വെച്ച് അടയ്ക്കുന്നുണ്ടെന്ന് കരുതുക. 5 വർഷം കൊണ്ട് നിങ്ങൾ ആകെ അടച്ചു തീർക്കുന്നത് ഏകദേശം 26 ലക്ഷം രൂപയാണ്. ഈ 26 ലക്ഷം രൂപ അടച്ചു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ എന്റെ 50 ലക്ഷം ലോണിൽ നിന്ന് പകുതി കുറഞ്ഞു കാണുമല്ലോ എന്ന്. നമ്മൾ പോയി സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ 50 ലക്ഷം ലോണിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടാകുക വെറും 6 ലക്ഷം രൂപ മാത്രമായിരിക്കും. ബാക്കി 20 ലക്ഷം രൂപയും ബാങ്ക് പലിശയായി എടുത്തു കഴിഞ്ഞു. ഇവിടെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുന്നത്. നിങ്ങൾ ഒരു ചെറിയ വീട് പണിത് 50 ലക്ഷത്തിന് പകരം 20 ലക്ഷം മാത്രം ലോൺ എടുത്തിരുന്നുവെങ്കിൽ നിങ്ങളുടെ EMI 17,000 ആയി കുറയും.
കുറയുമായിരുന്നു. ബാക്കി വരുന്ന 26,000 മാസം തോറും ഒരു നല്ല മ്യൂച്വൽ ഫണ്ടിൽ SIP നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ 20 വർഷം കൊണ്ട് നിങ്ങൾക്ക് എത്ര രൂപയുടെ സമ്പാദ്യം ഉണ്ടാവുമായിരുന്നു എന്നറിയാമോ? ഏകദേശം 2.5 കോടി രൂപ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു വലിയ വീടിന് വേണ്ടി നിങ്ങൾ ഉപേക്ഷിച്ചത് നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം, മക്കളുടെ ഭാവിയിലേക്കുള്ള വൻ സമ്പാദ്യം, ജോലിയിൽ വരുത്താവുന്ന മാറ്റങ്ങളും റിസ്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യവും. അപ്പോൾ വീടിന്റെ ലോണും പലിശയും മാത്രമല്ല പ്രശ്നം. ഈ പടുത്തുയർത്തിയ വലിയ കൊട്ടാരം പരിപാലിക്കാൻ വരുന്ന ചിലവുകൾ വേറെയാണ്. പാലുകാച്ചലിന്റെ ദിവസം കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇനി വലിയ ചിലവുകൾ ഒന്നുമില്ല, സ്വസ്ഥമായി ജീവിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ വലിയൊരു വീട് വെച്ച് കഴിയുമ്പോഴാണ് അതിനേക്കാൾ വലിയൊരു രണ്ടാമത്തെ ബജറ്റ് വരുന്നത്. കേരളത്തിൽ പലരും വീട് പണിയുമ്പോൾ നിർമ്മാണ ചെലവ് മാത്രമാണ് കണക്ക് കൂട്ടുന്നത്. എന്നാൽ ആ വീട് നിലനിർത്തി കൊണ്ടുപോകാൻ വർഷാവർഷം വരുന്ന ചിലവുകളെ കുറിച്ച് ആരും സംസാരിക്കാറില്ല. ഒരു വലിയ വീട് പണിതാൽ അതിനു പിന്നാലെ വരുന്ന ഒളിച്ചിരിക്കുന്ന ചിലവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രശ്നം ഇതാണ്: വലിയ വീടുണ്ടാക്കിയാൽ പോരാ, അത് നിറയ്ക്കണം. 3500 സ്ക്വയർ ഫീറ്റ് വീട് പണിതിട്ട് അതിൽ ഒരു പഴയ 3 സീറ്റർ സോഫായും ഒരു കൊച്ചു ടിവിയും വെച്ചാൽ എങ്ങനെ ഇരിക്കും? കാണുന്നവർ പറയും, എന്താണോ വീടിനുള്ളിൽ ഫർണിച്ചർ ഒന്നും ഇടാത്തത്. വലിപ്പമുള്ള ഹാളിന് ചേരുന്ന 7 സീറ്റർ സോഫ, 8 സീറ്റർ ഡൈനിങ് ടേബിൾ, വലിയ കട്ടനുകൾ, ഹോൾ സീലിംഗ്, പാനലിംഗ്, ഡെക്കറേഷൻ ലൈറ്റുകൾ. വീട് പണിയാൻ 50 ലക്ഷം മാറ്റിവെച്ച ആൾ ഈ വലിയ മുറികൾ വെറുതെ കിടക്കുന്നത് കാണുമ്പോൾ വീണ്ടും 10 തൊട്ട് 15 ലക്ഷം രൂപ ഇന്റീരിയേഴ്സിനും ഫർണിച്ചറിനും വേണ്ടി ക്രെഡിറ്റ് കാർഡും പേഴ്സണൽ ലോണും എടുത്ത് ചിലവാക്കുന്നു. ഇനി അടുത്തത് കറണ്ട് ബില്ലാണ്. വലിയ ഹാളുകളിൽ വെളിച്ചം കിട്ടാൻ കൂടുതൽ LED ലൈറ്റുകൾ വേണം. ഉയർന്ന സീലിംഗ് ഉള്ള മുറികൾ തണുപ്പിക്കാൻ 1.5 ടണ്ണിന് പകരം 2 ടൺ AC വേണം, അതും ഒന്നിൽ കൂടുതൽ. റിസൾട്ട് എന്താണെന്ന് അറിയാമോ? ചെറിയ വീടിന് മാസം വരുന്നത് 1500 തൊട്ടിട്ട് 2500 വരെ കറണ്ട് ബില്ല്. വലിയ വീടിന് നോക്കിയാൽ മാസം 6000 തൊട്ടിട്ട് 12000 വരെ കറണ്ട് ബില്ല്. ഓർക്കുക, നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് വർഷവും ഏകദേശം 2 മുതൽ 3 ലക്ഷം രൂപ വരെ ഈ വീട് നിലനിർത്തിക്കൊണ്ടു പോകാൻ മാത്രം നിങ്ങൾ ചെലവാക്കേണ്ടി വരുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക തത്വം, അതായത് സമയം കഴിയും തോറും സ്ഥലത്തിന്റെ വില കൂടും, എന്നാൽ കെട്ടിടത്തിന്റെ വില കുറയും. 20 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ 10 സെന്റ് സ്ഥലത്തിന്റെ വില 3 ഇരട്ടിയാകും. പക്ഷെ ആ സ്ഥലത്ത് നിൽക്കുന്ന 20 വർഷം പഴക്കമുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിന് അന്ന് യാതൊരു മൂല്യവും ഉണ്ടാകില്ല. പലപ്പോഴും പുതിയ ആളുകൾ സ്ഥലം വാങ്ങുമ്പോൾ പഴയ വീട് പൊളിച്ചു മാറ്റാനുള്ള ചിലവ് കൂടെ കുറിച്ചാണ് വില പറയുക. അപ്പോൾ ബുദ്ധിയുള്ള ഒരാൾ എന്താണ് ചെയ്യുക? കൂടുതൽ പണം സ്ഥലത്തിൽ നിക്ഷേപിക്കും, ആവശ്യത്തിന് മാത്രം കെട്ടിടത്തിൽ നിക്ഷേപിക്കും. നേരെ മറിച്ച് കടമെടുത്ത് വലിയ കെട്ടിടം വെക്കുന്നയാൾ ചെയ്യുന്നത് കെട്ടിടത്തിന്റെ ഭിത്തികളിൽ തന്റെ സമ്പാദ്യം മുഴുവൻ കുഴിച്ചിടുകയാണ്. കടമെടുത്ത് വലിയ വീട് വെച്ചാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, നമ്മുടെ ഏറ്റവും വലിയ സമയവും അധ്വാനവുമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇതിനൊരു ബദൽ? ഒരു ചെറിയ വീട് പണിത് സമാധാനത്തോടെ ജീവിക്കുന്നവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പരമ്പരാഗതമായി നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. ചെറിയ വീട് എന്നാൽ ദാരിദ്ര്യത്തിന്റെ ലക്ഷണമാണ്. എന്നാൽ ഇന്ന് ലോകമെമ്പാടും, പ്രത്യേകിച്ച് പുതിയ തലമുറയിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയൊരു വിപ്ലവം നടക്കുന്നുണ്ട്. ദ മോഡസ്റ്റ് ഹൗസ് റെവല്യൂഷൻ, അല്ലെങ്കിൽ സ്മാർട്ട് സൈസിംഗ്. എന്താണ് ഈ സ്മാർട്ട് സൈസിംഗ്? നിങ്ങളുടെ കുടുംബത്തിന് ജീവിക്കാൻ യഥാർത്ഥത്തിൽ എത്ര സ്ഥലം വേണം എന്ന് ചിന്തിച്ച് അതിന് മാത്രം അനുയോജ്യമായ 1000 മുതൽ 1500 ചതുരശ്ര അടി വരെയുള്ള മനോഹരവും ഈടുറ്റതുമായ വീട് പണിയുക. ചെറിയൊരു വീട് വെച്ച് കടം പരമാവധി കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നറിയാമോ? മാനസിക സമാധാനം. നാളെ നിങ്ങൾക്ക് ജോലി മാറണമെന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്നുണ്ടോ? മാസം 50,000 EMI തലയില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ ധൈര്യം ഉണ്ടാകും. മാസാവസാനം വരുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് പണം പിടിക്കുമോ എന്ന പേടിയില്ലാതെ രാത്രി ശാന്തമായി ഉറങ്ങാൻ പറ്റും. വരുമാനം കുറഞ്ഞാലും വിപണിയിൽ മാന്ദ്യം വന്നാലും കുടുംബത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാകില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷറി എന്നത് ഒരു വലിയ ലിവിംഗ് റൂമിൽ ഇരിക്കുന്നതല്ല, മറിച്ച് രാത്രിയിൽ ആദിയില്ലാതെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ സാമ്പത്തിക വശം നോക്കാം. കരുതുക, ഒരാൾ 60 ലക്ഷത്തിന്റെ വീടിന് പകരം 25 ലക്ഷത്തിന് ഒരു സ്മാർട്ട് കോമ്പാക്ട് വീട് പണിതു. അദ്ദേഹം 35 ലക്ഷം രൂപ ലാഭിച്ചു, അല്ലെങ്കിൽ പ്രതിമാസം 30,000 രൂപ EMI അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി. ബാക്കി വരുന്ന 30,000 രൂപ അദ്ദേഹം മാസം തോറും ഒരു നല്ല ഇൻഡെക്സ് ഫണ്ടിലോ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിച്ചാൽ 50 തൊട്ട് 20 വർഷം കൊണ്ട് എന്താണ് സംഭവിക്കുക? ആ പണം കൊണ്ട് നിങ്ങൾക്ക് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കാം, ലോകം മുഴുവൻ യാത്ര ചെയ്യാം, അല്ലെങ്കിൽ 50-ാം വയസ്സിൽ റിട്ടയർ ചെയ്ത് പ്രകൃതിയോട് ചേർന്ന് സമാധാനമായി ജീവിക്കും. സാമ്പത്തികം മാത്രമല്ല, ദിവസേനയുള്ള ജീവിതത്തിലും ഒരു ചെറിയ വീട് തരുന്ന ചില പ്രായോഗിക സൗകര്യങ്ങളുണ്ട്. അനായാസമായ അറ്റകുറ്റപ്പണി. ദിവസവും മണിക്കൂറുകളോളം അടിച്ചു വാരാനും തുടയ്ക്കാനും സമയം കളയണ്ട. വാരാന്ത്യങ്ങളിൽ വീട് വൃത്തിയാക്കാൻ അരമണിക്കൂർ ധാരാളം. കുറഞ്ഞ വൈദ്യുതി ബിൽ, കുറഞ്ഞ ലൈറ്റുകൾ,
ചെറിയ ഒരൊറ്റ AC കൊണ്ട് മുറി തണുപ്പിക്കാം. കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത, അതായത് ഫാമിലി ടുഗദർനെസ്, ഓരോരുത്തരും ഓരോ വലിയ മുറികളിൽ ഒറ്റപ്പെട്ടു പോകാതെ കുടുംബാംഗങ്ങൾ കൂടുതൽ സമയം ഒന്നിച്ച് ചെലവഴിക്കാൻ ഇത് സഹായിക്കുന്നു. പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ കുറഞ്ഞ കോൺക്രീറ്റും സിമന്റും ഉപയോഗിച്ചുള്ള നിർമ്മാണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ വലിയ വീട് എന്നത് നിങ്ങളെ വീട് മാത്രമുള്ളവൻ കയ്യിൽ പണമില്ലാത്തവനാക്കുമ്പോൾ ചെറിയ വീട് നിങ്ങളെ സാമ്പത്തികമായി ശക്തനാക്കുന്നു. ഒരു ചെറിയ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് കടമെടുത്ത് വലിയ വീട് പണിത് കെണിയിലായ രമേശിന്റെ കഥയും ഒതുങ്ങിയ വീട് പണിത് സാമ്പത്തികമായി വലിയ വിജയം നേടിയ സുരേഷിന്റെ കഥയും. തിയറിയും കണക്കുകളും മാത്രം പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാകില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ രണ്ടുപേരുടെ കഥ കാണാം. രമേശും സുരേഷും രണ്ടുപേരും ഒരേ പ്രായമുള്ളവർ, പ്രവാസ ലോകത്തോ IT-ലോ ഒരേ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന അടുത്ത കൂട്ടുകാർ. 30-ാം വയസ്സിൽ രണ്ടുപേരും നാട്ടിൽ വീട് വെക്കാൻ തീരുമാനിച്ചു. എന്നാൽ രണ്ടുപേരുടെയും ചിന്താഗതികൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. അവരിൽ ആരുടെ ജീവിതമാണ് കൂടുതൽ വിജയകരമായത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് രമേശിന്റെ ജീവിതം നോക്കാം. നാട്ടിൽ ചെല്ലുമ്പോൾ 4 ആളുകൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കൊട്ടാരം പണിയണം എന്നതായിരുന്നു രമേശിന്റെ ആഗ്രഹം. വീടിന്റെ വലിപ്പം 3800 സ്ക്വയർ ഫീറ്റ്, ആകെ ചെലവ് 85 ലക്ഷം രൂപ, കയ്യിലുള്ള സമ്പാദ്യം 25 ലക്ഷം, എടുത്ത ഹോം ലോൺ 60 ലക്ഷം രൂപ, 20 വർഷത്തെ കാലാവധി, പ്രതിമാസ EMI 52,000 രൂപ. ആദ്യത്തെ 1-2 വർഷം രമേശ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബന്ധുക്കളും സുഹൃത്തുക്കളും വീട്ടിൽ വന്ന് എന്തൊരു ഗാംഭീര്യമുള്ള വീടാണ് രമേശേ എന്ന് പുകഴ്ത്തി പറഞ്ഞു. പക്ഷേ 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കഥ മാറി. മാസം 52,000 EMI അടയ്ക്കേണ്ടത് കൊണ്ട് കമ്പനിയിൽ സാലറി കട്ട് വരുമ്പോൾ രമേശിന് രാത്രി ഉറക്കം വരാതായി. 4 മുറികളും വലിയ ഹാളുകളും വൃത്തിയാക്കാൻ ഭാര്യ തനിയെ കഷ്ടപ്പെട്ടു. ഒടുവിൽ ജോലിക്കാരിയെ വെക്കേണ്ടി വന്നു. കറണ്ട് ബിൽ മാസം 8,000 ആയി. ബാങ്ക് അക്കൗണ്ടിൽ ഒരു എമർജൻസി ഫണ്ട് പോലുമില്ല. അടിയന്തരമായി ഒരു മെഡിക്കൽ ആവശ്യത്തിന് പണം വേണ്ടി വന്നപ്പോൾ വീണ്ടും ക്രെഡിറ്റ് കാർഡോ പേഴ്സണൽ ലോണോ ആശ്രയിക്കേണ്ടി വന്നു. ഇനി നമുക്ക് സുരേഷിന്റെ കഥ നോക്കാം. സുരേഷിനും വലിയ വീട് വെക്കാൻ ലോൺ കിട്ടുമായിരുന്നു. എന്നാൽ സുരേഷ് ചിന്തിച്ചത് വ്യത്യസ്തമായിട്ടാണ്. എന്റെ കുടുംബത്തിന് സ്വസ്ഥമായി ജീവിക്കാൻ 3 ബെഡ്റൂമുള്ള ഒരു ചെറിയ വീട് ധാരാളം. വീടിന്റെ വലിപ്പം 1300 സ്ക്വയർ ഫീറ്റ്, ആകെ ചിലവ് 30 ലക്ഷം രൂപ, കയ്യിലുള്ള സമ്പാദ്യം 20 ലക്ഷം, എടുത്ത ലോൺ വെറും 10 ലക്ഷം രൂപ, 5 വർഷത്തേക്ക് മാത്രം, പ്രതിമാസ EMI 20,000 രൂപ, 5 വർഷം കൊണ്ട് ലോൺ അടച്ചു തീർത്തു. രമേശ് മാസം 52,000 രൂപ EMI അടച്ചപ്പോൾ സുരേഷ് അടച്ചതും അതിൽ ബാക്കി വന്ന തുകയും വെച്ച് എന്താണ് ചെയ്തതെന്ന് നോക്കൂ. EMI വകയിൽ മാസം ലാഭിച്ച 32,000 രൂപ സുരേഷ് ഒരു ഇക്വിറ്റി SIP നിക്ഷേപിച്ചു. 5-ാം വർഷം ഹോം ലോൺ പൂർണ്ണമായി അടച്ചു തീർത്ത ശേഷം മാസം 50,000 രൂപ വീതം നിക്ഷേപിക്കാൻ തുടങ്ങി. 15 വർഷങ്ങൾക്ക് ശേഷം ഈ 2 കൂട്ടുകാരുടെയും ജീവിതം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? രമേശിന് പറയാൻ 1.5 കോടിയുടെ ഒരു വലിയ വീടുണ്ട്. പക്ഷേ കയ്യിൽ ലിക്വിഡ് ക്യാഷോ നിക്ഷേപങ്ങളോ ഇല്ല. ആ വീട് വിറ്റ് രമേശിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ സുരേഷിന് താമസിക്കാൻ മനോഹരമായ ഒരു സ്വന്തം വീടുണ്ട്. ഒപ്പം 2 കോടിയിലധികം രൂപയുടെ ബാങ്ക് നിക്ഷേപമുണ്ട്. സുരേഷിന് വേണമെങ്കിൽ 45-ാം വയസ്സിൽ റിട്ടയർ ചെയ്യാം, ലോകം ചുറ്റാം, മക്കളെ അവർക്കിഷ്ടമുള്ള മികച്ച കോളേജുകളിൽ അയച്ചു പഠിപ്പിക്കാം. രമേശിനാകട്ടെ ഇനി 5 വർഷം കൂടി EMI അടയ്ക്കാൻ ജോലി ചെയ്തേ തീരൂ. കണ്ടോ, ഒറ്റ സാമ്പത്തിക തീരുമാനം കൊണ്ടാണ് 2 സുഹൃത്തുക്കളെയും ജീവിതം 2 വഴിക്കായത്. അപ്പോൾ ഇനി നിങ്ങളുടെ ചോദ്യം ഇതായിരിക്കും, ഭായ് കാര്യങ്ങളൊക്കെ മനസ്സിലായി, എന്നാൽ എന്റെ വരുമാനത്തിന് അനുയോജ്യമായ വീടിന്റെ ബജറ്റ് എങ്ങനെ കൃത്യമായി കണക്കാക്കാം? നമ്മളിൽ പലരും വീട് വെക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണ്? നമ്മൾ ആദ്യം ഒരു പ്ലാൻ വരയ്ക്കും. അതിനുശേഷം കോൺട്രാക്ടറോട് ആ വീടിന്റെ ചിലവ് ചോദിക്കും. ചിലവ് 60 ലക്ഷമാണെന്ന് കേൾക്കുമ്പോൾ ആ പണം ഉണ്ടാക്കാൻ ബാങ്കുകളിലേക്ക് ഓടും. ഇത് തികച്ചും തെറ്റായ രീതിയാണ്. ആദ്യം നമ്മൾ നോക്കേണ്ടത് എനിക്ക് എത്ര രൂപയുടെ വീട് താങ്ങാൻ പറ്റും എന്നതാണ്. അതിനുശേഷമേ ആ ബജറ്റിൽ നിൽക്കുന്ന പ്ലാൻ വരയ്ക്കാവൂ. ഇതിനായി ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധർ നിർദ്ദേശിക്കുന്ന 3 സുവർണ നിയമങ്ങൾ നമുക്ക് നോക്കാം. റൂൾ 1, ദ 3x ഇൻകം റൂൾ. വരുമാനത്തിന്റെ 3 ഇരട്ടി മാത്രം. നിങ്ങളുടെ വീടിന്റെ ആകെ ബജറ്റ് നിങ്ങളുടെ ഒരു വർഷത്തെ അറ്റ വരുമാനത്തിന്റെ 3 മുതൽ പരമാവധി 4 ഇരട്ടിയിൽ കൂടരുത്. റൂൾ 2, ദ 25% EMI ക്യാപ് റൂൾ. നിങ്ങളുടെ പ്രതിമാസ ഇൻകമിന്റെ 25%ൽ കൂടുതൽ തുക ഹോം ലോൺ EMI ആയി പോകരുത്. റൂൾ 3, ദ 20% ഡൗൺ പേയ്മെന്റ് റൂൾ. വീടിന്റെ ആകെ ചെലവിന്റെ കുറഞ്ഞത് 20% നിങ്ങളുടെ സ്വന്തം സേവിങ്സിൽ നിന്ന് കരുതണം. ഇതിനായി പേഴ്സണൽ ലോണോ സ്വർണ്ണപ്പണയമോ എടുക്കരുത്. നോക്കൂ, മാസം 75,000 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് സുരക്ഷിതമായി പണിയാൻ പറ്റുന്ന വീടിന്റെ ബജറ്റ് 30 തൊട്ടിട്ട് 32 ലക്ഷം രൂപ വരെയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ 75,000 രൂപ ശമ്പളമുള്ളയാൾ പലപ്പോഴും 60 തൊട്ട് 70 ലക്ഷത്തിന്റെ വീടാണ് പണിയുന്നത്. അവിടെ നിന്നാണ് സാമ്പത്തിക തകർച്ചയുടെ തുടക്കം. ഇനി അടുത്ത ചോദ്യം, 30 അല്ലെങ്കിൽ 35 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു വീട് പണിയാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. അതിന് നമ്മൾ സ്പേസ് കൃത്യമായി പ്ലാൻ ചെയ്യണം. ഒരു സാധാരണ കുടുംബത്തിന് എത്ര ചതുരശ്ര അടി സ്ഥലം വേണം എന്നതിന് ഒരു സിമ്പിൾ കണക്കുണ്ട്. ഒരു വ്യക്തിക്ക് ശരാശരി 300 തൊട്ടിട്ട് 350 സ്ക്വയർ ഫീറ്റ്. 4 അംഗങ്ങളുള്ള സാധാരണ കുടുംബം 1200 തൊട്ടിട്ട് 1500 സ്ക്വയർ ഫീറ്റ്. കൂട്ടുകുടുംബം 1800 തൊട്ടിട്ട് 2000 സ്ക്വയർ ഫീറ്റ്. 4 പേരുള്ള ഒരു കുടുംബത്തിന് 1400 സ്ക്വയർ ഫീറ്റ് സൗകര്യപ്രദമായി ജീവിക്കാൻ ധാരാളമാണ്. ആവശ്യമില്ലാതെ വലിയ ഇടനാഴികളും
ഉപയോഗിക്കാത്ത ബാൽക്കണികളും 2 ലിവിംഗ് റൂമുകളും ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാം. വീട് പണി തുടങ്ങുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട അവസാനത്തെ പ്രധാന തത്വം ദ 15% ബഫർ ഫണ്ട്. കേരളത്തിൽ വീട് പണിതവരോട് ചോദിച്ചാൽ അറിയാം, വിചാരിച്ച ബജറ്റിൽ പണി തീർത്തവർ അപൂർവമാണ്. സാധനങ്ങളുടെ വിലക്കയറ്റം, പ്ലാനിങ്ങിലെ മാറ്റങ്ങൾ എന്നിവ കാരണം എപ്പോഴും ചിലവ് 10-15% വരെ കൂടും. അതുകൊണ്ട് നിങ്ങളുടെ ബജറ്റ് 30 ലക്ഷമാണെങ്കിൽ 25 ലക്ഷത്തിന് മാത്രം പ്ലാൻ ചെയ്യുക. ബാക്കി 5 ലക്ഷം അടിയന്തര ചിലവുകൾക്കായി മാറ്റിവെക്കുക. ഇന്ന് പണം കുറവാണെങ്കിൽ ഭാവിയിൽ മുകളിലേക്ക് പണിയാൻ തക്കവണ്ണം സ്ട്രക്ചർ ഉറപ്പിച്ചു നിർത്തി 1100 സ്ക്വയർ ഫീറ്റിൽ പണി തുടങ്ങുക. 10 വർഷം കഴിഞ്ഞ് കയ്യിൽ പണം വരുമ്പോൾ മാത്രം അടുത്ത ഘട്ടം പണിയുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ ഒരു ഫോർമുലയുണ്ട്. നിങ്ങളുടെ വരുമാനം എത്രയാണെന്ന് വെച്ച് ഇപ്പോൾ തന്നെ വീടിന്റെ ബജറ്റ് സ്വയം കണക്കാക്കി നോക്കൂ. വീട് എന്നത് വെറും ഒരു ചുമരുകളുടെ കൂട്ടമല്ല, അത് നിങ്ങളുടെ ജീവിത സൗകര്യവും സമാധാനവും രൂപപ്പെടുത്തുന്ന ഇടമാണ്. ബാങ്കുകൾ തരുന്ന വലിയ ലോൺ ഓഫറുകൾ നമ്മുടെ സമ്പാദ്യത്തെ ഊറ്റിയെടുക്കുന്ന കെണിയാകാം. 3500 സ്ക്വയർ ഫീറ്റ് കൊട്ടാരത്തേക്കാൾ മൂല്യമുള്ളത് കടമില്ലാതെ ഉറങ്ങാൻ കഴിയുന്ന ഒരു 1300 സ്ക്വയർ ഫീറ്റ് സ്മാർട്ട് ഹോമിനാണ്. വീട് വെക്കരുത് എന്നല്ല ഇതിന്റെ അർത്ഥം, മറിച്ച് വീടിന്റെ അടിമയാകാതെ വീടിന്റെ ഉടമയാവുക എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം. നാളെ നിങ്ങൾ വീട് പണിയാൻ പോവുകയാണെങ്കിൽ 1 രൂപ പോലും അഡ്വാൻസ് നൽകുന്നതിന് മുമ്പ് ഈ 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോവുക. ഘട്ടം 1, ബജറ്റ് നിർണ്ണയിക്കുക. നിങ്ങളുടെ വാർഷിക വരുമാനത്തിന്റെ 3 ഇരട്ടിയിൽ കൂടുതൽ ഒരു കാരണവശാലും ബജറ്റ് വെക്കരുത്. ഘട്ടം 2, എമർജൻസി ഫണ്ട്. കുറഞ്ഞത് 6 മാസത്തെ EMIക്കും ജീവിക്കാനുമുള്ള പണം സേവിങ്സ് അക്കൗണ്ടിൽ മാറ്റിവെച്ച ശേഷമേ പണി തുടങ്ങാവൂ. ഘട്ടം 3, ആവശ്യത്തിന് മാത്രം പണിയുക. ആരെങ്കിലും വരുമ്പോൾ കിടക്കാൻ വേണ്ടി അധിക മുറികൾ പണിയരുത്. വേണമെങ്കിൽ ഭാവിയിൽ മുകളിൽ പണിയാൻ തക്കവണ്ണം പ്ലാൻ തയ്യാറാക്കുക. ഘട്ടം 4, ലോൺ കാലാവധി കുറയ്ക്കുക. 20 തൊട്ടിട്ട് 30 വർഷത്തെ ലോണിന് പകരം 10 അല്ലെങ്കിൽ 15 വർഷത്തേക്ക് ലോൺ എടുക്കാൻ ശ്രമിക്കുക. EMIയിൽ നിന്ന് ലാഭിക്കുന്ന ഓരോ രൂപയും വെറുതെ വയ്ക്കാതെ മ്യൂച്വൽ ഫണ്ട്സ്, ഗോൾഡ് അല്ലെങ്കിൽ ലാൻഡ് എന്നിവയിൽ കൃത്യമായി നിക്ഷേപിക്കുക. നാട്ടുകാർ എന്തു പറയും, ബന്ധുക്കൾ എന്ത് വിചാരിക്കും എന്ന് കരുതി നിങ്ങളുടെ ജീവിതത്തിലെ 20 വർഷത്തെ അധ്വാനം കോൺക്രീറ്റ് ചുമരുകൾക്കുള്ളിൽ തളച്ചിടരുത്. നിങ്ങളുടെ വീടിന്റെ വലിപ്പം നോക്കിയല്ല നിങ്ങളുടെ വിജയം അളക്കേണ്ടത്, മറിച്ച് നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ എത്ര സമയമുണ്ട്, നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ, മാനസിക സമ്മർദ്ദമില്ലാതെ ഉറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ, ഇതിലാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം ഇരിക്കുന്നത്. വലിയൊരു കടമെടുത്ത് ആളുകളെ കാണിക്കാൻ ഒരു വലിയ കൊട്ടാരം പണിത് ബാക്കിയുള്ള ജീവിതം മുഴുവൻ EMI അടച്ചു തീർക്കണോ? അതോ ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ വീട് വെച്ച് ബാക്കി പണം കൊണ്ട് കടമില്ലാതെ സ്വതന്ത്രമായി സന്തോഷത്തോടെ ജീവിക്കണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുക? താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും എഴുതുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.